നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. മാക്സ് 1 തൊടുപുഴ മാക്സ് 1 സ്കൂൾ ഓഫ് മ്യൂസിക് 11ാം വാർഷികം അതിവിപുലമായ ചടങ്ങുകളോടെ തൊടുപുഴ EIP ഹാളിൽ മുഖ്യ അതിഥിയായി ചലച്ചിത്ര പിന്നണി ഗായിക മിൻമിനി, ഈ ധന്യവേദി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഡോക്ടർ റോയ് കാരക്കാട്ട്, കാപ്പുച്ചിൻ ഫിലിം ഡയറക്ടർ, കേരള സ്റ്റേറ്റ് ഫിലിം കിട്ടിംഗ് അവാർഡ് ജേതാവ്. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ചത് ഫാദർ ജയ്മോൻ തെക്കേക്കുംകുളത്ത്, ഡയറക്ടർ, ട്രിനിറ്റി സ്കൂൾ ഓഫ് മ്യൂസിക്, കോട്ടയം. ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം മാനേജിംഗ് ഡയറക്ടർ ജയ്മോൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ യുവതലമുറകൾ ഗുരുശിക്ഷ ബന്ധത്തിൽ അകൽച്ച വന്നുകൊണ്ട് ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും ശിക്ഷണ നടപടികളിൽ നിന്നും ഒക്കെ അകൽച്ച വരുത്തി യുവതലമുറകൾ പോലീസ് ശിക്ഷണത്തിൽ ഏർപ്പെട്ടു പോകുന്നത് മാതാപിതാക്കൾ എല്ലാം ശ്രദ്ധിക്കേണ്ട അനിവാര്യമായ ഒരു കാലഘട്ടം കൂടിയാണ്. പണ്ടത്തെ ഗുരുശിക്ഷ ബന്ധം കൂടി ഓർപ്പിച്ചുകൊണ്ട് ചെറിയ ചെറിയ തെറ്റുകൾ കണ്ടാൽ കുട്ടികളെ അധ്യാപകരായാലും രക്ഷകർത്താക്കൾ ആണെങ്കിലും ചെറിയ രീതിയിൽ ശിക്ഷിച്ചുകൊണ്ട് തന്നെ അവരുടെ നല്ല ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തണമെന്നായിരുന്നു മാക്സ് 1 സ്കൂൾ മ്യൂസിക് ഡയറക്ടറുടെ ഒരു അപേക്ഷയായിട്ടാണ് അധ്യക്ഷ പ്രസംഗത്തിൽ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി സൂചിപ്പിച്ചത്. പക്ഷെ തിരിച്ച് പറയുന്ന ആൾക്കാരുണ്ട് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ. മുഖ്യപ്രഭാഷണം കുട്ടികളുടെ പിതാവായ ഒരു ഡോക്ടറായിരുന്നു. കണ്ടും നമ്മുടെ മനസ്സും പോകുന്നതിന് തീർച്ചയായിട്ടും മ്യൂസിക്കിൻ്റെ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പഠനങ്ങൾ നല്ല സഹായിക്കും. പിന്നൊന്ന് സാർ നേരത്തെ വന്ന് കയറിയപ്പോൾ സാർ പറഞ്ഞ കാര്യമായിരുന്നു, നമുക്ക് കറക്ഷൻസ് കിട്ടുക എന്നുള്ളത് എപ്പോഴും കുട്ടികൾക്ക് അത്യാവശ്യമാണ്. ചെറുപ്പം തൊട്ട് തന്നെ പല കാര്യങ്ങളും ഇപ്പം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ടാകും ചിലപ്പോൾ. പക്ഷേ ഒരു പഠനത്തിൽ കഴിഞ്ഞാൽ അത് നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ വ്യക്തിത്വത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ളത് തീർച്ചയായും. ഞാൻ ഈ പറഞ്ഞു വരുന്നത് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിനോട് കൂടിയാണ്. ഇപ്പോൾ ജോമോൻ സാർ ഇവിടെ സംസാരിക്കുകയും സംഗീതത്തെ എങ്ങനെ സമീപിക്കണമെന്നും മാതാപിതാക്കൾ കുട്ടികളെ എങ്ങനെ ഈ കല പഠിപ്പിക്കുന്നതിൽ പ്രോത്സാഹിപ്പിക്കണമെന്നും എല്ലാം വേണം. അതിന് പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ശിക്ഷണത്തിൻ്റെ കാര്യം. അത് നമുക്ക് ശിക്ഷണം ആവശ്യം തന്നെയാണ്. ഈ ജോമോൻ സാറ് ഈ ശിക്ഷണത്തെക്കുറിച്ചും സംഗീത പഠനത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത് ഒരു ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ ആ രീതിയിൽ മാനിക്കുവാനായിട്ട് ഞാൻ ബാധ്യസ്ഥനാണ്, ഞാൻ തയ്യാറാണ്. കാരണം സംഗീതം എന്ന കലയെ വളരെ അടുത്തറിയുകയും അത് നമ്മളുമായിട്ടെല്ലാം വളരെ ആത്മാർപ്പണത്തോടുകൂടി നമ്മളുമായിട്ടെല്ലാം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കലാകാരനാണ് ജോമോൻ. ഇത്രയും ആത്മാർപ്പണത്തോടുകൂടി സംഗീതം എന്ന കലയെ സമീപിക്കുകയും അത് നമ്മൾക്കായിട്ട് പകർന്നു തരുവാനായിട്ട് വ്യത്യസ്തനായിട്ട് ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജോമോൻ സാറും മറ്റ് അധ്യാപകർ എനിക്ക് വളരെ അഭിമാനമാണ്. ഇവരുടെ മഹത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനോട് സമീപിക്കുന്നത്. ഒട്ടുമൊക്കെ ചെങ്കൽ ഇവരും വരണമെന്ന് ആഗ്രഹിക്കുന്നു. ാണ് ഇവര് മറ്റൊരു കുട്ടികൾക്ക് സംഗീതം പകർന്നു കൊടുക്കുന്നത്. എത്ര അർപ്പണ ബോധത്തോടും ഓരോ കുട്ടികളെയും വളരെ വ്യക്തമായിട്ട് വിളിച്ചിരുത്തി അവർക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് ഇവരുടെ നേതൃത്വ പാഠം കൊണ്ട് തന്നെയാണ്. ഇവർ നല്ല പാഠങ്ങൾ പകർന്നു കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. ണെങ്കിൽ കലകളെ സ്നേഹിക്കണം, കലകളെ ആസ്വദിക്കണം, സംഗീതം പഠിക്കണം, സംഗീതത്തെ നമ്മൾ ആഴത്തിൽ പഠിക്കണം. വലിയ നിധികളാണ്. ആ നിധികളെ കൊണ്ട് നടക്കാൻ പറ്റുന്നത് വലിയ ഭാഗ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഓർത്തു നോക്കുക, നമ്മുടെ സമൂഹത്തിൽ കലാകാരന്മാരില്ല എങ്കിൽ സമൂഹം വെറും മരുഭൂമിയായിട്ട് പോകില്ലേ? വെറും ചെയ്യുന്നു തന്നെയുമല്ല, ആ നന്മ നമുക്ക് സമൂഹത്തിന് വേണ്ടിയിട്ട് പകർന്നു കൊടുക്കുവാനായിട്ടും സാധിക്കും. വലിയ സിനിമാ നടന്മാരൊക്കെ അവാർഡ് മേടിച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ നെഹ്റു സ്റ്റേഡിയത്തിലാണ് പരിപാടി നടക്കുന്നത്.
വലിയ ഓളവും വലിയ കൂവലും ഒക്കെ അതിൻ്റെ ഒപ്പം നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും സംഗീതം മാത്രമല്ല എല്ലാ വ്യത്യസ്ത കലാരൂപങ്ങളും ജീവിതത്തിൽ വേണമെങ്കിൽ ഉൾക്കൊള്ളുവാനായിട്ടാണ് ഞാൻ എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊള്ളുന്നു, ആഘോഷിക്കുന്നു. വീണ്ടും അനേകം കലാകാരന്മാർക്ക് വ്യക്തമായ വഴി കാണിച്ചു കൊടുക്കുവാനായിട്ട്, കലയെ വേണ്ട രീതിയിൽ ഉപാസിച്ചുകൊണ്ട് കലയോട് ഏറ്റവും മുന്നിലേക്ക് ചെല്ലുവാനായിട്ട് അവിടെ നമുക്ക് വാസ്തവത്തിൽ ദൈവാനുഭവം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു. ഒത്തിരി സന്തോഷമുണ്ട് ഈ നിമിഷങ്ങളൊക്കെ നിങ്ങളോടൊപ്പം ആയി. ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. ജോമാൻ സാർ എന്നെ വിളിക്കുമ്പോൾ മാക്സിമം സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ വാർഷികാഘോഷം സർട്ടിഫിക്കറ്റ് വിതരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യത്തിൽ എന്നേക്കാൾ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം നിങ്ങൾക്ക് തരാൻ അർഹനായ ഒരാളെൻ്റെ വീട്ടിലുണ്ട്. എന്നേക്കാൾ കൂടുതൽ മ്യൂസിക്കിനെ സീരിയസ് ആയിട്ട് കാണുകയും അതിനുവേണ്ടി മ്യൂസിക്കിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ഒരാൾ എൻ്റെ ഹസ്ബൻഡ് ജോയ് മാത്യു. ഞങ്ങൾക്കും ഇതുപോലൊരു കൊച്ചു സ്ഥാപനം കാക്കനാട് ഉണ്ട്. Jones Williams, Grade 1, 2 and 3 Electronic Keyboard. ജോൺസ് വില്യംസ് USA-ലുള്ളതാണ്. ആരെങ്കിലും വന്നിട്ടുണ്ടോ? Devdutt, Grade 1 Electronic Keyboard. ദേവദത്ത്. നമ്മുടെ ബാൻഡിലുള്ള വഴി കൊടുക്കുന്നവരാണ്. Michael Joseph, Grade 2 Electronic Keyboard. നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ അങ്ങനെ വളരെ ആരാധനയോടുകൂടി കണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ് മിന്നലി ചേച്ചി. അതുപോലെ തന്നെ റോയി അച്ഛന് ഞങ്ങൾ സെമിനാരി പഠിക്കുന്ന സമയത്ത് തന്നെ അച്ഛനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം. അച്ഛന് അസീസി മാഗസിന്റെ ചീഫ് എഡിറ്ററായും അതുപോലെ തന്നെ സിനിമാ സംവിധായകനായും അതുപോലെ ഒത്തിരിയധികം കലാമേഖലകളിൽ ജോലി ചെയ്യുന്ന ഒരു വലിയ വ്യക്തിത്വമാണ്. അപ്പോൾ ഇങ്ങനെ ഈ രണ്ടുപേരെയും നേരത്തെ മുതൽ ഒത്തിരി ആരാധനയോടുകൂടി കണ്ടിരുന്നതാണ്. അതുപോലെ തന്നെ അതിനുശേഷമാണ് ജോമൻ സാറിനെയും അതുപോലെ നമ്മുടെ 1.5 വർഷം കൊണ്ട് എത്ര ഗ്രേഡ് വരും ഞാൻ പറയുന്നില്ല. എത്ര നാളെ പഠിക്കാൻ കഴിയും? 6th ഗ്രേഡ് കയറുന്നില്ലാണ്. പക്ഷെ ഞാൻ എന്നോട് പറയാറുണ്ട്, ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവസാനം ഞാൻ തന്നെ ചെയ്യാൻ കൊണ്ടുപോയി. 1 വർഷം 1.5 വർഷം കൊണ്ടൊക്കെ 6 ഗ്രേഡൊക്കെ പഠിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എന്നാലും സാരമില്ല, നിങ്ങൾ പഠിച്ചാൽ പഠിക്കുന്നവരായിട്ട് കണ്ടാൽ മതി. ഓക്കെ. Abhijit Baiju, Grade 1 Electronic Keyboard. Alex Jose, Grade 3 Electronic Keyboard. റിപ്പോർട്ടിംഗ് നാട്ടുരാജ്യ ന്യൂസ്.